ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻ ഡയറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തമ്മിൽ കണ്ട പോലെ PCOSനെ പറ്റിയിട്ടാണ്. കുറേ കേട്ടിട്ടുണ്ടാവില്ലേ, PCOD, PCOS. അപ്പോൾ ഇതൊക്കെ എന്താ എന്ന് വിചാരിച്ചിട്ടില്ലേ? ഇനി നമുക്ക് PCOS എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം അതെന്താന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഫീമെയിൽ ബോഡിയിൽ എന്തൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഉണ്ടാവാന്ന് നോക്കിയാലോ. ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിൻ GnRH എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ ഇങ്ങനെ ബ്ലഡിലൂടെ പോയിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് എത്തും. ഈ GnRHനെ കണ്ട ഉടനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറെ രണ്ട് ഹോർമോൺസിന് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് FSHഉം LHഉം. ഈ രണ്ട് ഹോർമോൺസോ വീണ്ടും ബ്ലഡിലൂടെ പോയിട്ട് നമ്മുടെ ഓവറിയിലോട്ട് എത്തും. ഈ ഓവറിയിലാണെങ്കിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കിൾസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിൽ ഒരു 6 മുതൽ 12 വരെ ഫോളിക്കിൾസ് മെച്യൂർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവരും ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈസ്ട്രജൻ. ഓക്കെ, ഈ ഈസ്ട്രജൻ ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓവറിയിൽ നമ്മുടെ ഫോളിക്കിൾസ് 6 മുതൽ 12 വരെ ഫോളിക്കിൾസ് മെച്യൂർ ആവാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും അതിലേതെങ്കിലും ഒരെണ്ണം ഫുള്ളി മെച്യൂറായിട്ട് ഒരു എഗ്ഗിനെ റിലീസ് ചെയ്യും. ഈ നമ്മുടെ ഓവറിക്കകത്ത് വേറെ കുറച്ച് സെല്ലുകളുണ്ട്. ആ സെല്ലുകളെല്ലാം കൂടി ചേർന്ന് ഒരു മഞ്ഞ കളറുള്ള വേറൊരു സ്ട്രക്ചറായിട്ട് മാറും. അതിന് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുക. ഈ കോർപ്പസ് ലൂട്ടിയം വേറൊരു കുഞ്ഞേ ഹോർമോണോട് ഉണ്ടാക്കും. കുഞ്ഞിതല്ല, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന മെയിൻ ഹോർമോൺ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ കോർപ്പസ് ലൂട്ടിയം ആണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടായി എന്ന് ബ്രെയിന് മനസ്സിലായി കഴിഞ്ഞാൽ ബ്രെയിൻ ഉണ്ടാക്കുന്ന GnRH എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ ഈ ബ്രെയിൻ നിർത്തിവെക്കും. അതുപോലെ തന്നെ ഓവറി നേരത്തെ റിലീസ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് നമ്മുടെ യൂട്രസിലോട്ട് ട്രാവൽ ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഗ്ഗ് അവിടെ തന്നെ നിൽക്കും. പക്ഷെ നടന്നിട്ടില്ലെങ്കിൽ ആ എഗ്ഗ് 24 മണിക്കൂറിനകം നശിച്ചു പോകും. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, ദാറ്റ്സ് ദി ബിഗിനിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഒരു ഫീമെയിലിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇനി എങ്ങനെയാണ് ഒരു PCOS കണ്ടീഷൻ വന്നാൽ സംഭവിക്കുക എന്ന് നോക്കിയാലോ ഇനി. യെസ്, ഞാൻ പറഞ്ഞു ഒരു സാധാ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മുടെ ബ്രെയിൻ GnRH എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യില്ലേ. ഈ PCOS എന്ന് പറയുന്ന കണ്ടീഷനുള്ള ഒരു ഫീമെയിലിന് ഒരുപാട് GnRH ആണ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും അധികമായിരിക്കും. 2 ഹോർമോൺ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു. അതിൽ LH എന്ന് പറയുന്ന ഹോർമോണാണ് FSHനേക്കാളും അധികമായിട്ട് ഈ ഒരു കേസിൽ കാണാൻ പറ്റുക. ഈ പറഞ്ഞ FSH ഹോർമോൺ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഓവറിയിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടെന്ന്. ഈ ഫോളിക്കിൾസ് എല്ലാം മെച്യൂറായി മാറണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ FSH ഹോർമോൺ ആണ്. FSH ഇവിടെ ഭയങ്കരമായിട്ട് കുറവാണ്, പക്ഷെ LH ആണ് കൂടുതൽ. അപ്പൊ FSH കുറവായതുകൊണ്ട് തന്നെ ഈ ഫോളിക്കിൾസ് ഒന്നും മെച്യൂർ ആവില്ല. ഈ ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്ന് ഓവം പുറത്തു വരില്ല, കോർപ്പസ് ലൂട്ടിയം പുറത്തു വരില്ല, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവില്ല. ഇതൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്തുണ്ട്? ഈ ഫോളിക്കിൾസ് എല്ലാം അവിടെ ഇരുന്ന് മെച്യൂർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അവിടെ ഇരുന്ന് മെച്യൂർ ആവാൻ ശ്രമിക്കുന്ന ഈ പറഞ്ഞ ഫോളിക്കിൾസ് ആണ് പിന്നീട് ഓവറിയിൽ മുഴകളായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർ മെച്യൂർ ആവാൻ ശ്രമിക്കുമ്പോഴേ ഒരുപാട് ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഹിർസിറ്റിസം എന്ന് പറഞ്ഞ സംഭവം കാണാം, അഥവാ അധികമായി രോമ വളർച്ച. അതേപോലെ ആക്നീസ് കൂടുതൽ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓവുലേഷൻ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഇല്ല, അഥവാ കുറവാന്ന് പറയാം. പിന്നെ നമ്മുടെ PCOSന്റെ ഫുൾ ഫോം ആണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. അപ്പം എല്ലാവർക്കും നമ്മുടെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ PCOS ആയിരുന്നു. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, യെസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.